സർ, SNDP യോഗം വേദികളിലേക്ക് ഇന്ന് VD സതീശൻ എത്തുന്നതായുള്ള വാർത്ത വരുന്നു. SNDP യോഗം വേദിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എത്തുന്നത് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹവുമായിട്ട് പ്രതിപക്ഷ നേതാവും തമ്മിൽ കൊമ്പ് കോർത്ത് നിൽക്കുന്ന സാഹചര്യത്തിലാണ്. വരുന്നത് വെള്ളാപ്പള്ളിയുടെ തർക്കം നിലനിൽക്കെ സതീശൻ എല്ലാം വൈകിയാണോ ബുദ്ധി ഉദിക്കുന്നത് എന്ന് പറയാമോ സാർ? അല്ല, സതീശന് വൈകിയാണ് ബുദ്ധി ഉദിക്കുന്നത് മാത്രമല്ല, സതീശന് തിടുക്കം കൂടിപ്പോയി എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണം, സുധാകരനെ പ്രസിഡന്റ് സ്ഥാനത്ത് ഡീൽ ചെയ്യുന്നതും സുധാകരന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ച് മേടിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളിലും തന്റെ അധികാര ശക്തി പ്രകടിപ്പിക്കാനുള്ള വ്യഞ്ജന വളരെ ഇതായിട്ടങ്ങ് പോവുകയാണ് ചെയ്തത്. തിടുക്കം. ആ തിടുക്കത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ആക്രമിച്ചു, അതിന് സതീശന് പ്ലസ് പോയിന്റ് കിട്ടി. അൻവറിനെ ആക്രമിച്ചു, അവിടെയും പ്ലസ് പോയിന്റ് കിട്ടി. ഇങ്ങനത്തെ പ്ലസ് പോയിന്റുകൾ നേടി അതിലെല്ലാം ആയി എന്ന് ധരിച്ചിരിക്കുകയാണ് ആര്? സതീശൻ. എന്നാൽ ഇഷ്യൂസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സതീശനൊട്ട് കഴിയുന്നുമില്ല. ഏറ്റവും വലിയ ഉദാഹരണം പിണറായി വിജയനെ കൈകാര്യം ചെയ്യുന്നതിൽ സതീശൻ പരാജയപ്പെട്ടു എന്ന് എല്ലാവരും സമ്മതിക്കും. സതീശൻ അറിയാതെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാതെ വന്നതെന്ന് അറിയത്തില്ല അവിടെ. പിന്നെ ഇവിടെ നോക്കേണ്ടത്, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ SNDP യോഗത്തിന്റെ പരിപാടിയിലാണ് പോകുന്നത്. ആ പരിപാടിയിൽ വരുന്നതിൽ ഒരു 50 അല്ല 60% പേരെങ്കിലും SNDP യോഗത്തിന്റെ അല്ലെ വെള്ളാപ്പള്ളി നടേശന്റെ നയങ്ങളെ മനസ്സുകൊണ്ടെങ്കിലും എതിർക്കുന്നവരായിരിക്കും. കോളേജ് പ്രശ്നത്തിലും കോളേജ് നിയമന പ്രശ്നത്തില് അവരുടെ കുടുംബശ്രീ ഫണ്ടുകളുടെ പ്രശ്നത്തില് അങ്ങനെ നൂറുകണക്കിന് പരാതികൾ വെള്ളാപ്പള്ളിയുടെ പേരിൽ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരുണ്ട്. പക്ഷെ അവരിത് യോജിച്ച് നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം SNDP യോഗത്തിന്റെ തലവനാണ്. SNDP യോഗത്തിന്റെ മുഖമായിട്ടാണ് വെള്ളാപ്പള്ളി നടേശനെ ഇപ്പൊ കാണുന്നത്. അത് ഉള്ളിടത്തോളം കാലം ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാൻ മറ്റൊരു നേതാവിന് പറ്റില്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന CPM-നാണ്. CPM-ന്റെ അണികൾ ഇവിടെ നിങ്ങൾ നോക്കണം. ഈഴവ വോട്ടേഴ്സ് പ്രത്യേകിച്ചും CPM-ന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരാണ് പരമ്പരാഗതമായി. ഇപ്പോഴല്ല, ആർ ശങ്കർ മുഖ്യമന്ത്രി സ്ഥാനം പോയത് തൊട്ട് CPM-ന് വോട്ട് ചെയ്യുന്നവരാണ് ഈഴവര്. ആ ഈഴവ അണികളെ പിണക്കാൻ പിണറായി വിജയൻ ഒരിക്കലും പറ്റില്ല. പിന്നെ രണ്ടാമത് പിണറായി മണ്ടത്തരം കാണിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയെ പിന്നെയും സൂചിപ്പിക്കുന്നുണ്ട്. 10 പൈസ എക്സ്ട്രാ വോട്ട് കിട്ടാനില്ല. മുൻകാലങ്ങളിൽ കിട്ടിയ പോലെ തന്നെ അതിനപ്പുറത്തേക്ക് ഒരു വോട്ട് ഈഴവ സമുദായത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് കിട്ടാനില്ല. ഇവിടെ സതീശൻ ശ്രമിക്കുന്നത് ഈ എങ്ങും തൊടാതെ നിൽക്കുന്ന നിഷ്പക്ഷരായ ഈഴവരെ കോൺഗ്രസിൽ നിന്നും അകറ്റാതിരിക്കാൻ വേണ്ടി, അല്ലെ കോൺഗ്രസിനോട് കുറെ കൂടെ അടുപ്പിക്കാൻ വേണ്ടി നടത്തുന്ന, പണ്ട് SRP ഉണ്ടാക്കി ഈഴവർക്ക് വേണ്ടി SRP എന്നുള്ള പാർട്ടി ഉണ്ടാക്കിയ കരുണാകരനുണ്ട്. ആ കരുണാകരന്റെ മറ്റൊരു തന്ത്രം വേണേ സതീശൻ ഇവിടെ പ്രയോഗിക്കുകയായിരിക്കും ചെയ്യുന്നത്. അല്ല സാർ, SNDP യോഗത്തിനെയൊക്കെ സാർ പറഞ്ഞ പോലെ കരുണാകരന്റെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ഇതോടുകൂടി അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ഒരുപാട് SNDP നേതാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കൊല്ലത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിരവധി കോൺഗ്രസിലെ നിരവധി പേർ മന്ത്രിമാരായിട്ട് വന്ന നിരവധി പേർ ഉണ്ടായിരുന്നു. പിന്നെ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലൊക്കെ കരുണാകരനുമായി അടുപ്പമുള്ള SNDP-ക്കാർ. സാർ, അപ്പോൾ ഈ VD സതീശന്റെ ഈ SNDP പ്രോഗ്രാമിലേക്ക് ചെല്ലുന്നതിലൂടെ വെള്ളാപ്പള്ളിയും VD സതീശനുമായുള്ള മഞ്ഞ് ഉരുകുമെന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിന് SNDP-യുടെ വോട്ട് കിട്ടും എന്ന് കരുതാനാകുമോ? അല്ല, SNDP ഒരു മറിച്ച് ആലോചിക്കണം. SNDP യോഗം പിന്തുണയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പിണറായി വിജയൻ രക്ഷപ്പെടില്ല, അല്ലെ പിണറായി വിജയനെ സമൂഹം മുഴുവൻ വെറുക്കുന്ന ഒരു സമയത്ത്, പൂർണ്ണമായിട്ടും പിണറായി വിജയനെ സമൂഹം ഇപ്പൊ തന്നെ വെറുത്തു തുടങ്ങി വെറുക്കുന്ന ഒരു സമയത്ത് ഒരിക്കലും SNDP യോഗം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന തീരുമാനമെടുത്താൽ വെള്ളാപ്പള്ളി നടേശന് തന്നെ അറിയാം, താൻ പറഞ്ഞാലും ഈ ഈഴവ വോട്ടുകൾ CPM-ലേക്ക് പോകില്ല എന്നാർക്കറിയാം. CPM-ലേക്കല്ല പോകാത്ത, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കല്ല പോകാത്ത പിണറായി വിജയനെ അതുപോലെ വെറുത്തു തുടങ്ങി. അതുകൊണ്ട് ജനങ്ങൾ വെറുത്തു തുടങ്ങി. ഇപ്പൊ നമ്മൾ കാണുന്ന എല്ലാ യൂട്യൂബ്, ഫേസ്ബുക്ക് എല്ലാറ്റിലും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന നേതാവ് പിണറായി വിജയനാണ്. അത് ഫാക്റ്റാണ്. നാളെ മറ്റെന്തെങ്കിലും കാരണത്താൽ പിണറായി ജയിക്കൂ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ ഇത് തിരിച്ചറിയുന്ന ഈഴവര് പിണറായി വിജയൻ വെറുക്കപ്പെട്ടവനായി, അല്ലെങ്കിൽ അതുപോലെ വെറുക്കപ്പെട്ടവനായി എന്നും നാളെ അധികാരത്തിന്റെ 7 അയലത്ത് പോലും വരാൻ സാധ്യതയില്ലെന്നും അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച തന്നെ ഉണ്ടാകുമെന്നും തിരിച്ചറിയുന്ന ഈഴവൻ ഒരുപക്ഷെ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ പോയതുപോലെ ഇവിടെ കോൺഗ്രസിന്റെ കൂടെ വന്നുകൂടായില്ല. ഞാൻ പറഞ്ഞത് ഈ കൊല്ലത്തെ കടവൂർ ശിവദാസൻ,
ബാബു ദിവാകരൻ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് നേതാക്കൾ ഈ ഐക്യമുന്നണിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒക്കെ നിന്നവരാണ്. പിന്നെ നമ്മൾ വേറെ എടുത്തു കഴിഞ്ഞാൽ നായർ കമ്മ്യൂണിറ്റിയിൽ പത്തനംതിട്ടയിലൊക്കെ NSS ഒക്കെ വളരെ അടുത്ത് നിന്നിരുന്നതാണ് ഈ കോൺഗ്രസുമായിട്ട്. സാർ, അപ്പോൾ ഈ ഒരു ഇതിൽ ഇപ്പോ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം SNDP സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കണ്ണും പൂട്ടിയാണ് പ്രതിപക്ഷ നേതാവിനെ അങ്ങ് പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം മറന്നു ചെല്ലുമ്പോൾ സതീശൻ പിണറായിയുടെ മറ്റൊരു അടവ് നയം മനസ്സിൽ കണ്ടുകൊണ്ടാണോ സതീശൻ ചെല്ലുന്നത്? അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. അല്ല, ഇപ്പൊ ഞാൻ ഫലവത്താകും എന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. ഒറ്റ വാക്കിലൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടും. പിണറായി വിജയനെ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്ന SNDP യോഗവും പിണറായി വിജയനൊപ്പം നിൽക്കുന്നു. നാളെ പിണറായി വിജയന് മനസ്സിലാകുക, ആ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കിട്ടുന്ന അറിവുകൾ വെച്ച് മനസ്സിലാകുക, തനിക്ക് ഇവിടെ തൽക്കാലം ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. പ്രതിപക്ഷം അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും മുഖ്യമന്ത്രിയാവും. അപ്പോൾ പിണറായി വിജയന് ഇങ്ങേരെ സുധാകരൻ മുഖ്യമന്ത്രി ആകുന്നതിനേക്കാൾ, അല്ലെ അതുപോലുള്ള ഒരാൾ മുഖ്യമന്ത്രി ആകുന്നതിനേക്കാൾ പിണറായി ഇഷ്ടപ്പെടുക VD സതീശൻ മുഖ്യമന്ത്രി ആകുന്നതായിരിക്കും എന്നാണ് ഞാൻ. കാരണം പിണറായി വിജയനോട് ഒരു സോഫ്റ്റ് കോർണർ എപ്പോഴും കാണിച്ചിരിക്കുന്ന ഒരാളാണ് VD സതീശൻ. നാളെ അധികാരത്തിൽ നിന്ന് പോയാലും ഈ സോഫ്റ്റ് കോർണർ കാണിക്കും എന്നുള്ള ബോധ്യം പിണറായിക്കുണ്ട്. അതുകൊണ്ട് പിണറായി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് VD സതീശനെ ആണെങ്കിൽ ഇവിടെ വെള്ളാപ്പള്ളി നടേശനും അതിന് പ്രശ്നമാകുകയില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ.